ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്ക് ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS ഉം MBBS ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ വാല്യൂ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ആൾക്ക് ക്ലിയർ ആയി. കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ഓഫീസിലെ സ്റ്റാഫാണ്. ചിറ്റര് വന്നിട്ട് മാമിനെ കണ്ടു. മാം പറഞ്ഞു ആ യൂസ് ചെയ്ത് സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. അതിന് വേണ്ടിയിട്ട് നമ്മള് ഇവിടെ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആളുടെ നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷനിൽ ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. മൈ വേ ബൈ കല്യാണി എല്ലാവർക്കും അറിയാം. ഈ പ്രോഡക്റ്റ് റിവ്യൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, കുർത്തീസുകൾ, ഡ്രസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് റിവ്യൂ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്ളോഗർ. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗർ ഒരു ഹോസ്പിറ്റലിനെതിരെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് അത് വ്യാജ ഡോക്ടറാണെന്നും വ്യാജ ഹോസ്പിറ്റലാണെന്നും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടറാണ്, തന്ന ബില്ലിൽ കള്ളത്തരമുണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള ബില്ല് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൈ വേ ബൈ കല്യാണി ഒരു ആരോപണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച കള്ളത്തരമാണെന്നുള്ള ഒരു തെളിവ് ഒരു യൂട്യൂബർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഈ ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ ഹോസ്പിറ്റലുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഈ മൈ വേ ബൈ കല്യാണി എന്തിനാണ് അവിടെ പോയതെന്നും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഹോസ്പിറ്റലുകാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ബാക്കി ഭാഗം കൂടെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പരമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജുവാരിയുടെ തൊട്ട് എല്ലാവരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതിന് അവരെ വെച്ചിട്ട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഇവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പരമ്പള്ളിയില്. ഇൻട്രസ്റ്റ് മാം ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്. നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല. നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. 17 വർഷത്തിന് മേലെയായി കൃഷിയിലൊക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമാവണം. ഇവര് നാട് കൊല്ലത്താണ് പോകുന്നത്. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാനായിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലൈന്റ് ആണ്. പിന്നെ കൊളാബറേറ്റ് ചെയ്തപ്പോ മാം പറഞ്ഞു അത് ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗൈൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയറൊക്കെ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടിയതാണ് പറഞ്ഞത്. ആളിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റിന്റെ മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ക്ലൈന്റോട് ട്രീറ്റ്മെന്റ് നമ്മളെ എന്നോട്ട് പറഞ്ഞ ക്ലൈന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ്
വി ആർ സർവിംഗ് ട്രീറ്റ്മെന്റ്. ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മൾ ലീഗലി നമ്മളെ ഫിസിക്കലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിച്ച് ചെക്കോളാണ് അവര് കംപ്ലൈന്റ് കൊണ്ടുവന്നത് ചെയ്യുന്ന പോലെ സ്റ്റാഫിന് ഇവിടെ എവിടേക്ക് പറയണം ഇപ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാൻ ശ്രദ്ധിച്ച് തരുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ ഇനി നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവര് കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. നമ്മളത് മെയിൽ ത്രൂ ഇത് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം. എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവരെ കച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ലീഗലി പോകുന്നതാണ് പ്ലാൻ. അതാണ് നമ്മൾ വീഡിയോസ് ഒന്നും നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വോയിസ് എല്ലാം കൂടി നമുക്ക് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതും ഈ പെൺകുട്ടി അവിടെ ട്രീറ്റ്മെൻറ്റിന് പോവുകയും അപ്പം ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മരുന്നൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം രണ്ടാമത് ചെന്നപ്പോൾ ഇവർ കൊളാബ് ചോദിച്ചു, ഈ ഹോസ്പിറ്റലിനോട് കൊളാബ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കൊളാബിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം കൊളാബില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്, അതുകൊണ്ട് ഞങ്ങൾ കൊളാബ് ചെയ്യിക്കാറില്ല. പല പ്രമുഖ സിനിമാ താരങ്ങളും വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ വോയിസിനകത്ത് വളരെ വ്യക്തമാണ്. അപ്പം നമ്മുടെ നടി മഞ്ജു വാര്യരും അങ്ങനെ അതുപോലെ തന്നെ പല പ്രമുഖരും ചെല്ലുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇന്ന് വരെ അവർക്ക് കൊളാബ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യത്തിനാണ് ഈ പെൺകുട്ടി അവർക്കെതിരെ ഇതുപോലെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുള്ളത്. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ ഇവർ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഹോസ്പിറ്റലിന്. ക്വാളിഫിക്കേഷനുള്ള ഡോക്ടർമാർ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് അല്ല, ഇവർക്ക് പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കൊളാബ് ചെയ്തതായിട്ടൊന്നും കാണുന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊളാബ് ചെയ്യിച്ച് നടത്തുന്ന ഒരു ഹോസ്പിറ്റലും അല്ല അത്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഇവർ കൊളാബ് ചോദിച്ച് ആ കൊളാബ് ഇവർ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിനാണ് ഇവർ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്, ഈ ഒരു കാര്യം ആരോപണമായിട്ട് വന്നിട്ടുള്ളതും. അപ്പോൾ ഈ യൂട്യൂബർമാർ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ധാരണയുണ്ട്, താനൊരു യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ എന്ത് പറഞ്ഞാലും അവരങ്ങ് വിശ്വസിച്ചോളും എന്നൊക്കെയാണ് ഇവരുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോരുത്തരടുത്ത് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാനൊക്കെ ഇവരെ കൊണ്ട് പറ്റും. കാരണം ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ചാനലുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ മൈ വേ ബൈ കല്യാണിയുടെ ഒരു അഹങ്കാരം തന്നെയായിരുന്നു ആ ഒരു വീഡിയോ. ഇവർക്ക് ഇത്രയധികം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു സ്ഥാപനത്തെ തന്നെ തകർക്കാനാണ് ഈ സ്ത്രീ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ ഈ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുക. ഇവർ കൊളാബ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവർ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടല്ല ആ ഒരു പ്രോഡക്റ്റും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇവർ കൊളാബ് എടുക്കുന്നതാണ്. അതായത് ഇവർക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, ഈ ഒരു കൊളാബ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇൻകം അവർക്ക് അവരിൽ നിന്നും കിട്ടും. ഇവർ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും പിന്നെ അടുത്ത കൊളാബ് വരുമ്പോൾ ആ ഒരു കൊളാബ് തരുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കും. ഒരിക്കലും സ്ഥിരമായിട്ട് ഇവരൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്നും ഇവർക്കൊരു പണി കിട്ടി. ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചത് കൊണ്ട് ഇവർക്ക് പിഗ്മെൻറ്റേഷൻ വരികയും ആ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഹോസ്പിറ്റലിൽ പോയത്. ഇവർ പറഞ്ഞ ഒരു കുരു വന്ന് പാട് വന്ന് അതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്വന്തമായിട്ട് ചികിത്സിക്കാതെ പോയതാണെന്ന്. മറ്റുള്ളവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കുകയും ക്രീമിനെ കുറിച്ചിട്ട് റിവ്യൂ പറയുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തം മുഖത്ത് ഒരു കാര്യം വരുമ്പോൾ ചികിത്സിക്കാൻ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ പോലും കഴിവില്ലാത്ത ഒരാളാണ് മറ്റുള്ളവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് റിവ്യൂ പറയുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനോ നമ്മുടെ സ്കിന്നിനോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ഒന്നുകിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്യൂട്ടീഷ്യനോ ഒരു ഹെയർ ഡ്രസ്സറോ പറഞ്ഞ് നമുക്കത് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഈ ബ്യൂട്ടി ടിപ്സ് എന്നും പറഞ്ഞ് ഒരുപാട് പേര് വ്യക്തമായിട്ടുള്ള അറിവുകളോ എക്സ്പീരിയൻസോ ഇല്ലാത്തവരും ഒരുപാട് പേര് ബ്യൂട്ടി ടിപ്സൊക്കെ ഇടുന്നുണ്ട്. അവർ പറഞ്ഞു എന്ന് കരുതിയിട്ട്
ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം അവർക്ക് ഒരു കോണ്ടൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടിപ്സ്. ഒരിക്കലും സ്ഥിരമായിട്ട് അവരുടെ സ്കിന്നിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവരുടെ ഹെയറിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ ഒരാൾക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം സ്കിന്നിൽ ഞാൻ എൻ്റെ സ്കിന്നിൽ വെളുക്കാനായിട്ടൊരു സാധനം ഉപയോഗിച്ചാൽ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ കോണ്ടൻറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാനൊരു 10-13 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്യൂട്ടീഷ്യനാണ്, ഒരു ഹെയർ ഡ്രസ്സറാണ്. അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്ന് കരുതിയിട്ട് എല്ലാം തികഞ്ഞതാണെന്ന് നമ്മൾ പറയത്തില്ല. പുതിയ പുതിയ അറിവിന് വേണ്ടി വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരു ബ്യൂട്ടി ടിപ്സ് ഇടുന്ന വ്ളോഗർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെയോ നിങ്ങളുടെ മുടിയെയോ നിങ്ങൾ പരീക്ഷിക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് കൂടുതലും ഇപ്പോൾ ഇവർ ചെയ്യുന്ന റിവ്യൂവിനോടെയോ ഇവരുടെ കോണ്ടൻറ്റിനെയോ ഇവരുടെ വീഡിയോസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ എതിർത്തിട്ടുള്ളതും ഇവർ ആ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ആ സ്ഥാപനം കൊളാബ് കൊടുത്തില്ല എന്ന് കരുതിയിട്ടും അവർക്കെതിരെ ഒരു വീഡിയോയുമായിട്ട് പ്രേക്ഷകരിലേക്ക് വന്നു. ഒരു സ്ഥാപനത്തിൻ്റെ കഷ്ടപ്പാട്, അവർ ഇത്രയും നാളും അവരുടെ എക്സ്പീരിയൻസ്, അവർ പഠിച്ചത്, അവരുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാട് എല്ലാമാണ് ഒരൊറ്റ വീഡിയോയിലൂടെ ഇവർ നശിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ, ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അവരോട് നമ്മളൊരു ആത്മാർത്ഥത കാണിക്കണം. നമ്മളുടെ വ്യക്തി വൈരാഗ്യമോ നമ്മളുടെ ദേഷ്യമോ ഒന്നും തീർക്കാനുള്ളതല്ല ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്, ഈ സോഷ്യൽ മീഡിയ ഇടം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ വിഷയം കഴിഞ്ഞ തവണ എടുക്കാൻ തന്നെ കാരണം ഇവർ കൊടുക്കുന്ന മെസ്സേജ്, ഇവർ കൊടുക്കുന്ന റിവ്യൂസ്, ഇവരുടെ കാര്യങ്ങൾ ഇതൊക്കെ തെറ്റായത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിഷയം എടുത്തത്. എന്നിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ചികിത്സിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും ഒരു വ്യാജ ഡോക്ടറായിരുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ അത് ഞാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഒരു യൂട്യൂബർ തന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും റിയാക്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇവിടെ ചതിക്കപ്പെട്ടതാരാ? ഇവരെ വിശ്വസിച്ച സബ്സ്ക്രൈബേഴ്സ്, ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ചതിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ഥാപനത്തെ തന്നെ ഒരു നിമിഷത്തെ ദേഷ്യം കാരണം, ഒരു കൊളാബ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ചതിക്കാൻ നോക്കിയ ആളാണവർ. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മളിങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് വേറെ എത്ര കാര്യങ്ങൾ നമുക്കുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളും കൊളാബിലൂടെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താ, കൊളാബ് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇവർക്ക് ചികിത്സിക്കാം. അതാണ് അവരുടെ ഉദ്ദേശം, ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ. വളരെ കഷ്ടമാണ് ഈ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഈ വ്ളോഗർമാരൊക്കെ ഇങ്ങനെ ഈ ഒരു രീതി തുടങ്ങുകയാണ്. എന്ത് കിട്ടിയാലും കൊളാബിലേക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഏതൊരവസ്ഥയിൽ ചെന്ന് എത്തുന്നുണ്ട് വിശ്വസിച്ച് വീഡിയോ കാണുന്നവരുടെ അവസ്ഥ. അല്ല, ഇവരുടെ ഈ ഫോളോവേഴ്സൊക്കെ എന്ത് ചെയ്യും? ഇന്നിടുന്ന ക്രീം നാളെ ഇവർ വേറെ ക്രീം ഇടുമ്പോൾ അതിടുമോ? മറ്റന്നാൾ വേറൊരു ക്രീം കാണിക്കുമ്പം അതിടുമോ? അങ്ങനെ ഇട്ടിട്ട് ഇവർക്കൊക്കെ പറ്റിയ പോലെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്കും വരും. ഇവർക്ക് ചികിത്സിക്കാൻ പൈസ ഉണ്ടാവും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൊളാബറേഷനിലൂടെ അവർ ചികിത്സിക്കും. അപ്പോൾ എന്തായാലും ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനടിയിൽ വരുന്ന കമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് പേർക്ക് ഇവരുടെ കള്ളത്തരങ്ങളും ഉടായ്പകളും ഒക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കാരണം ആ കമൻസിൽ നിന്നും വളരെ വ്യക്തമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.